ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മിൽക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രൈഡ് റോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള റോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പുറത്തുനിന്ന് റോസൊന്നും വാങ്ങിച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും, പ്രാണികളൊക്കെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടുമുറ്റത്ത് ഉള്ളതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ റോസിൽ കുറച്ച് റോസുകളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളത് ഞാൻ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 റോസ് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മിൽക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഡ്രൈഡ് റോസ് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതളകളൊക്കെ ഒന്ന് വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ 3 റോസിൻ്റെ ഇതളുകളൊക്കെ അവിടെ വേർപ്പെടുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് ഇതുപോലെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂവിലേക്ക് ഇട്ട് കൊടുക്കാം. ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലിലോ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒപ്പിയെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കണം. ഒന്നിൻ്റെ മുകളിൽ പെടാത്ത വിധത്തിൽ നിരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുള്ളൂ. ഇതുപോലെ നിരത്തി ഇട്ടതിന് ശേഷം നമുക്കിത് വെയിലത്ത് ഒരു ദിവസം വെച്ചിട്ട് ഉണക്കിയെടുക്കാം. നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ഓവനിലും വെക്കാം. അപ്പോൾ ഞാനിവിടെ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓവനിൽ വെക്കുന്ന ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ തന്നെ നിരത്തി ഇട്ട് കൊടുക്കാം. ഒന്നിൻ്റെ മുകളിൽ വരാത്ത വിധത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ ഒന്ന് ചൂടാക്കിയിട്ടിട്ടുണ്ട് ഒരു 5 മിനിറ്റ്. ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിൽ ഹൈ റാക്കിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റാണ് കേട്ടോ ഇത് ഡ്രൈ ആവാൻ വേണ്ട സമയം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഓവനിൽ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനാണെങ്കിൽ കൺവെൻഷൻ ഓവനാണെങ്കിൽ 3 മുതൽ 5 മിനിറ്റ് വരെ മതി. അപ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതുപോലെ കിട്ടും. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഹൈറാക്കിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പുറത്തു നിന്ന് നമുക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കയ്യിൽ പിടിച്ച് നോക്കിയാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ക്രിസ്പി ആയിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മതി. അപ്പോൾ നമുക്ക് ഓവനിൽ നിന്നും പുറത്തെടുക്കാം. അപ്പോൾ ഓവനിൽ വെച്ചുണ്ടാക്കുമ്പോൾ അധികം കളറൊന്നും നഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ നമുക്ക് കേക്കിൻ്റെ ഒക്കെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീട്ടുമുറ്റത്ത് റോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ മിൽക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആ ഒരു റോസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഡ്രൈഡ് റോസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്